ചൂരൽമലയിലെ ദുരിതബാധിതർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക വാഹന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ബസ്സിൽ നിന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് നമ്മോടൊപ്പം ചേരുന്നത്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. അവരുടെ വോട്ട് ഏറെ നിർണായകമാണ്. കാരണം ഒരു ദുരന്തത്തിന് ശേഷം അവരെങ്ങനെയാണ് അവരെ പരിഗണിച്ചത് എന്നൊക്കെ ഈ ഒരു വോട്ടിങ്ങിൽ ഏറെ പ്രതിഫലിക്കുന്നതാണ്. ആ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് നമ്മളോട് പങ്കുവെക്കാനുള്ളത്? ക്രിസ്റ്റീന, റിജിത്ത്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ചൂരൽമലയിലേക്ക് പോകുന്ന ബസ്സിലാണ്. ആ ബസ്സിൽ യാത്രക്കാരായിട്ടുള്ള ആളുകൾ പലരും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. സ്ഥാനാർത്ഥിയടക്കം ഈ ബസ്സിലുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അക്കാര്യം 3 ബൂത്തുകളാണ് ചൂരൽമലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ആ 3 മേഖലകളിലായി, അതായത് 11, 10, 11, 12 വാർഡുകളിലാണ് ഈ സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ പാരിഷ് ഹാൾ, അതോടൊപ്പം തന്നെ ചൂരൽമല നൂറുൽ ഇസ്ലാം മദ്രസ, നീലിക്കാപ്പ്, അഗതി മന്ദിരം എന്നിവിടങ്ങളിലായാണ് ഇത്തരത്തിൽ ബൂത്തുകളുടെ സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. പലരും ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ ശേഷം ചിതറിപ്പോയ മനുഷ്യരുടെ ജന്മനാട്ടിലെ അവസാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടായിരിക്കും ഇത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള കാര്യം. അതായത് പലരും ഈ ടൗൺഷിപ്പിലേക്കും സന്നദ്ധ സംഘടനകൾ നൽകുന്ന വീടുകളിലേക്കും മാറുന്ന ഒരു അനുഭവമാണ് ഇനി ഉണ്ടാവുക. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് അവരുടെ മേഖല എന്ന് പറയുന്നത് ഒരുപക്ഷെ കൽപ്പറ്റയിലും മറ്റ് വിവിധ ഇടങ്ങളിൽ ഈ സന്നദ്ധ സംഘടനകൾ നൽകിയ വീടുകളിലുമാകും. ഇവരൊക്കെ ഇതാ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏത് ബൂത്ത്? സ്കൂൾ റോഡ് തന്നെ. വോട്ട് ഞങ്ങൾക്ക് പള്ളിയിൽ മദ്രസയിൽ വെച്ചിട്ട് അതെ, ഞങ്ങൾ നെല്ലിമുണ്ടയാണ്. സ്ഥാനാർത്ഥി കൂടിയുണ്ട്, ഷൈജ ബേബി. സ്ഥാനാർത്ഥിയിലേക്ക് കൂടി നമുക്കൊന്ന് പോവാം. സ്ഥാനാർത്ഥിയാണ്. പ്രതീക്ഷ എന്ന് പറയുന്നത് വിജയിക്കുന്നത് തന്നെയാണ്. നാട്ടുകാർ നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായും. നേരത്തെ മുണ്ടക്കയിലെ മെമ്പറായിരുന്നു, മേപ്പാടിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഒരു 5 വർഷ കാലയളവിൽ മേപ്പാടിയിലെ വൈസ് പ്രസിഡന്റും മുണ്ടക്കയിലെ മെമ്പറും ആയിരുന്നു. ഈ പര്യടനത്തിനുള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം പല സ്ഥലങ്ങളിലായിട്ടാണ് ഉള്ളത്. അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലായിടത്തും എത്തുക എന്നുള്ളത്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലാണല്ലോ ആളുകൾ. അതിൻ്റെ ഒരു പ്രയാസം നേരിട്ടിരുന്നു. പക്ഷേ മുഴുവൻ വോട്ടർമാരെയും നേരിൽ ഒരു തവണ കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ഒരു തവണ എല്ലാവരെയും കണ്ടു. നമുക്ക് കുറച്ച് പുറകിലേക്ക് കൂടി പോകുമ്പോൾ നമുക്ക് പലരെയും കാണാൻ പറ്റുന്നുണ്ട്. പല ആളുകളും ആ പ്രദേശത്തുള്ള ആളുകളാണ്. നേരത്തെ അവിടെ ഉള്ള ആൾ തന്നെയാണ്. ചൂരൽമലയാണ്. അഗതി മന്ദിരത്തിലാണ് വോട്ടുള്ളത്, 10ാം വാർഡ്. രാവിലെ തന്നെ പോകാണ്. മോക്ക് കോളേജിൽ എത്തണം കോഴിക്കോട്. അപ്പോൾ ഫസ്റ്റ് ചെയ്തിട്ടാണ് പോകാന്ന് വിചാരിച്ചത്. ഏത് ഭാഗത്തായിരുന്നു വീടുണ്ടായിരുന്നു? ടൗണിന്റെ ബാക്ക് വശത്ത്. ആ വീട് പോയി. എന്നിട്ട് എവിടെ ഇപ്പോൾ താമസിക്കുന്നത്? ആലവയലിൽ ഒരു ക്വാർട്ടേഴ്സിലാണ്. രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോവുക. എന്തായാലും ബസ്സിന് പുറകിലൊക്കെ ആളുകളുണ്ട്. എവിടെയാ? മുണ്ടക്കൈ സാറേ, മുണ്ടക്കൈ ആയിരുന്നു. രാവിലെ പോയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. രാവിലെ വെറുതെ അതുള്ള വോട്ട് വെറുതെ കളയണ്ടല്ലോ. രാവിലെ പോയി ചെയ്ത് കഴിഞ്ഞാൽ വീടൊക്കെ പോയിരുന്നു. മുണ്ടക്കൈ ഇപ്പൊ പാലവയില് വാടകയ്ക്കാൻ വയ്ക്കുക. എവിടെയായിരുന്നു? ചൂരമല സ്കൂൾ റോഡ്. വോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ അതാണ് അവസ്ഥ. ബസ്സിൽ ഇങ്ങനെ പല ബസ്സുകൾ, ഇത് ലൈൻ ബസ്സാണ്. പല ബസ്സുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ബസ്സുകളുടെ സർവീസ് അനുസരിച്ച് ആളുകളെ ഇവിടേക്ക് എത്തിക്കുകയും പൂർണ്ണമായും ചൂരൽമലക്കാരെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ആ നടപടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് രാവിലെ മുതൽ തന്നെ ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ആ ബസ് സർവീസിന്റെ ഭാഗമായി എല്ലാവരെയും അവിടേക്ക് എത്തിച്ച് വോട്ട് പരമാവധി വേഗത്തിൽ തന്നെ അത് പ്രക്രിയ പൂർത്തീകരിക്കുക എന്നുള്ള ആ ദൗത്യമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നടത്തുന്നത്. റീജിത്ത്, ക്രിസ്റ്റീന. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ചൂരൽമലയിൽ ദുരന്തബാധിതർക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി, അവർക്ക് അവിടേക്ക് എത്താൻ വേണ്ടി പ്രത്യേക ബസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ബസ്സിൽ നിന്നുള്ള വിവരങ്ങളാണ് സുർജിത്ത് അയ്യപ്പത്ത് പങ്കുവെച്ചത്. അവരുടെ പ്രതികരണം കൂടി സുർജിത്ത് അയ്യപ്പത്ത് പങ്കുവെക്കുകയായിരുന്നു. ഇന്നും ഈ ദുരന്തത്തിന് ശേഷം സങ്കടത്തോടുകൂടിയുള്ള അവരുടെ മുഖം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോഴവരുടെയൊക്കെ മുഖത്ത് ചിരി വരുന്നു, അല്ലെങ്കിൽ ചിരി രൂപപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണ്. അവരുടെ ആ വേദന ഒരിക്കലും മാറില്ലെങ്കിൽ കൂടി അവരുടെ അതിജീവനത്തിന്റെ പാതയിലാണ്, അവരൊരു സന്തോഷത്തിലേക്കും ഒക്കെ എത്തുന്നു
എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.